സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രശസ്ത നടൻ ശ്രീ പ്രേംകുമാർ നമ്മുടെ സീരിയലുകളൊക്കെ എൻഡോസൾഫാന് സമമായി വിഷമാണ് വിളമ്പുന്നതെന്ന് പറയുകയുണ്ടായി. അതിനെതിരെ വിമർശനങ്ങളും പ്രതികരണങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടുതലും അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പോൾ ചർച്ചകൾ വൈറലാവുകയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം അഭിപ്രായം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ അല്ലെങ്കിൽ എൻ്റെ കാഴ്ചക്കാരിൽ പലർക്കും എൻ്റെ അഭിപ്രായം തന്നെയാവാം. എൻ്റെയും അഭിപ്രായം ഈ സീരിയലുകൾ വിഷം തുപ്പുകയാണ് എന്നതാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടമ്മമാരെ സംബന്ധിച്ച്, സഹോദരിമാരെ സംബന്ധിച്ച് ഇപ്പോൾ മറ്റ് തൊഴിലുകൾക്ക് പുറത്ത് പോകാത്ത അമ്മമാരും സഹോദരിമാർക്കും ഏക വിനോദ ഉപാധി ഈ ടെലിവിഷൻ സീരിയലുകളാണ് എന്നത് ശരിയാണ്. അത് ഈ ടെലിവിഷന് ചുക്കാൻ പിടിക്കുന്നവർ, ഈ സീരിയലുകൾക്ക് ചുക്കാൻ പിടിക്കുന്നവർ മുതലെടുക്കുകയാണെന്ന് വേണം പറയാൻ. അവർക്ക് നല്ല ക്വാളിറ്റിയുള്ള സീരിയലുകളും കഥാസന്ദർഭങ്ങളും ഒക്കെ മെനയേണ്ടത് ഈ വ്യക്തികളുടെ ചുമതലയാണ്. കാരണം മറ്റ് വിനോദ ഉപാധികളില്ല. നമ്മുടെ അമ്മമാരെയും സഹോദരിമാരെയും സംബന്ധിച്ച് വീട്ടിൽ തന്നെ കഴിയുന്നവർക്ക് മറ്റ് വിനോദ ഉപാധികളില്ല. അതാണ് ഇതിനോട് അവർക്കൊരു അഡിക്ഷൻ ഉണ്ടാകുന്നത്. നമ്മുടെ സീരിയലുകളുടെ കഥയും അതിൻ്റെ ഒരു പശ്ചാത്തലവുമൊക്കെ ആവർത്തന വിരസമാണ്. മാത്രമല്ല ഒരു പ്രസാദാത്മകവുമല്ല ഇതിൻ്റെ പശ്ചാത്തലം. തീർത്തും നമ്മുടെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നതാണെന്ന് വേണം പറയാൻ. ഈ പശ്ചാത്തലത്തിൽ വേണം ശ്രീ പ്രേംകുമാറിൻ്റെ അഭിപ്രായത്തെ കാണാൻ. ടെലിവിഷനിലൂടെ വന്ന നല്ലൊരു നടനാണ് ശ്രീ പ്രേംകുമാർ എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭം ഒരു ടെലിവിഷൻ്റെ ഒരു ടെലിഫിലിമാണെന്ന് തോന്നുന്നു. 90കളുടെ ആദ്യം ടെലിവിഷനിൽ കണ്ടത് ഓർമ്മിക്കുന്നു. മറ്റ് ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട ചില ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഏതായാലും നല്ലൊരു അഭിപ്രായമാണ്. അതിനെ നമുക്കൊക്കെ പിന്താങ്ങിയേ മതിയാവും. കാരണം ടെലിവിഷൻ സീരിയലുകളിൽ നിന്ന് വിഷം കണക്കെ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കുമൊക്കെ അഡിക്ഷനിലേക്ക് കൊണ്ടെത്തിച്ച ഒരു അവസ്ഥയാണ്. ഈ അവസരത്തിൽ ടെലിവിഷനിൽ വളരെ മുമ്പ് 90കളിലൊക്കെ വന്ന ഒരു സീരിയൽ, ചലച്ചിത്ര സംവിധായകൻ ശ്രീ JC സംവിധാനം ചെയ്ത മോഹപക്ഷികൾ എന്നൊരു സീരിയൽ ഇവിടെ ഓർമ്മിച്ചു പോവുകയാണ്. അതിൻ്റെ ആ ഒരു നിലവാരവും ആ ക്വാളിറ്റിയും അത് കണ്ടവർക്ക് വിവരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശ്രീ ശ്യാമപ്രസാദ് എന്ന മികച്ച സംവിധായകൻ്റെ ടെലിവിഷൻ ടെലിഫിലിമുകളും മറ്റും വളരെ ടെലിവിഷൻ എന്ന മാധ്യമത്തെ അതിൻ്റെ ആത്മാവ് കണ്ടെത്തിക്കൊണ്ടുള്ള നിർമ്മിതികളായിരുന്നു. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അപ്പോൾ ശ്രീ ശ്യാമപ്രസാദിനെ പോലെയും ശ്രീ JCയുടെ മോഹപക്ഷികൾ എന്ന സീരിയലിനെ പോലെയൊക്കെ മാതൃകാപരമായ സൃഷ്ടികളും ടെലിവിഷനിൽ വന്നിട്ടുണ്ട്. PN മേനോൻ്റെ പേരോർമ്മിക്കുന്നില്ല. ടെലിഫിലിമുകളും വളരെ മുമ്പ് 90കളിൽ കണ്ടതോർമ്മിക്കുന്നു. ഇതൊക്കെ ആ ടെലിവിഷൻ എന്ന മാധ്യമത്തെ മുന്നിൽ കണ്ട് അതിൻ്റെ ആത്മാവ്, ആ മാധ്യമത്തിൻ്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിയുള്ള നിർമ്മിതികളായിരുന്നു. അല്ലാതെ ഇന്നത്തെ സാമ്പാർ കണക്കെയുള്ള മസാല മിക്സ് അല്ല. ഇപ്പോൾ ശ്രീ പ്രേംകുമാറിൻ്റെ അഭിപ്രായത്തെ അവലംബിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങിയത്. അതിനെ ഞാൻ പിന്താങ്ങുന്നു. എൻ്റെ പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം അതിനെ പിന്താങ്ങുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
കാരണം നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെ മറ്റേ വിനോദ ഉപാധികളില്ലാത്തത് കൊണ്ടാണ്. കാരണം പുറത്ത് ജോലിക്ക് പോകാത്ത വീട്ടിൽ തന്നെ കഴിയുന്നവർക്ക് മറ്റേ വിനോദ ഉപാധികളില്ല. അപ്പോൾ ഇത് ക്ഷണിക്കപ്പെടാത്ത അതിഥികളായി വീട്ടിലെത്തുന്നതാണ് ഈ സീരിയലും മറ്റുമൊക്കെ. അപ്പോൾ ആ സീരിയലിൻ്റെയും മറ്റും ചുക്കാൻ പിടിക്കുന്നവർ നിലവാരമുള്ള സൃഷ്ടികൾ ഇവർക്ക് മുന്നിൽ എത്തിക്കണമെന്നത് അവരുടെ ഒരു കടമയാണ്. പിന്നെ വീഡിയോ അവസാനിക്കും മുമ്പ് ഒരു വാൽക്കഷ്ണമെന്ന നിലയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഇഷ്ട സംവിധായകൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ MS വിശ്വനാഥനാണ്. അതേസമയം ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ എന്ന മനോഹരമായൊരു ഗാനം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഇഷ്ടമുള്ളതാണ്. അതിൻ്റെ സൃഷ്ടാവ് സംഗീത സംവിധായകൻ ശ്രീ KV മഹാദേവനാണ്. ഏതാനും ഉപകരണങ്ങൾ വച്ചുള്ള ഓർക്കസ്ട്രേഷനും മനോഹരമായ കോമ്പോസിഷനും കൊണ്ട് ആ ഗാനം എക്കാലത്തെയും ഹിറ്റാണ്. ശ്രീ KV മഹാദേവൻ നമ്മുടെ കന്യാകുമാരി ജില്ലക്കാരനാണ്. നാഗർകോവിൽ കൃഷ്ണൻ കോവിലാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അതിൽ കന്യാകുമാരി ജില്ലക്കാരായ നമുക്ക് അഭിമാനിക്കാം. അദ്ദേഹം തെലുങ്കിലും തമിഴിലുമൊക്കെ എത്രയോ മനോഹര ഗാനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് അറിയുന്നതാണ്, ഞാനൊന്ന് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.